ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇൻ ദ ട്രപ്പീസിയം എ ബി സി ഡി എ 8 5 ബി -8 5 സി -5 -3 ഡി 5 -3. Then first question, find the length of parallel sides. Second question, what is the distance between parallel sides? Third question, calculate the area of the trapezium. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും ഡ്രോ ചെയ്തിട്ട് ആ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഫിഗറാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ ഡ്രോ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫിഗർ. എ എന്ന് പറയുന്ന വെർട്ടെക്സ് ഇവിടെയാണ്, ബി ഇവിടെയാണ്, സി ഡി. നമുക്ക് കാണാനുള്ളത് പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത്താണ്. ഈ ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത് എ ബിയും സി ഡിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം എ ബിയുടെ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എ ബി എന്ന് പറയുന്ന പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് സെയിം ആണ്. വൈ കോർഡിനേറ്റ് സെയിം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അതായത് -8 മുതൽ ഈ +8 വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എ ബിയുടെ ലെങ്ത്ത് ഒന്ന് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ -8 ഉണ്ട്, ഇവിടെ +8 ഉണ്ട്. -8 മുതൽ +8 വരെ എത്ര വരുന്നുണ്ടെന്നൊന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ആണ് ഈ ഡിസ്റ്റൻസ് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് ഫോർമുല, അതായത് മോഡ് x1 - x2 ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടുന്നത് ഇവിടെ x1 എന്ന് പറയുന്നത് -8 ആണ്. മോഡ് -8 മൈനസ് x2 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡ് -8ഉം -8ഉം കൂടി ആഡ് ചെയ്താൽ -16 വരും. അപ്പോൾ നമുക്ക് 16 ആണ് കിട്ടുന്നത്. അപ്പോൾ എ ബിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 16 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് സി ഡിയുടെ ലെങ്ത്താണ്. സി ഡിയും ഇതേപോലെ തന്നെ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. -5 മുതൽക്ക് +5 വരെ എത്രയുണ്ട് നോക്കിയാൽ മതി. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 അത് 5 വരെയാണ് നോക്കേണ്ടത്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ എക്സ് കോർഡിനേറ്റ് -5 മുതൽ +5 വരെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇതുവരെയും ഇവിടുന്ന് ഇതുവരെയും ഈ ഡിസ്റ്റൻസാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതും നമുക്ക് ആ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ സി ഡി = മോഡ് x1 - x2 = മോഡ് -5 മൈനസ് ഇവിടെ 5 ആണുള്ളത് = മോഡ് -10 = 10 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഡിസ്റ്റൻസാണ്. നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് ഈ എ ബി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡും തമ്മിൽ ഡിസ്റ്റൻസ് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് 5ഉം ഇവിടുന്ന് ഇങ്ങോട്ട് 3ഉം ആണുള്ളത് അല്ലേ. 1 2 3 4 5 6 7 8 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കി എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയത് ഡിസ്റ്റൻസ് = 8 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഹാഫ്, ഇത് ഡിസ്റ്റൻസ് ആണ്, ഹാഫ് ഡി ഇൻറ്റു അല്ലെങ്കിൽ ഹാഫ് എച്ച് എന്ന് പറയാം, ഹാഫ് h ഇൻറ്റു a + b. എച്ച് എന്ന് പറയുന്നത് ഈ രണ്ട് പാരലൽ സൈഡ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്. എയും ബിയും പറയുന്നത് ആ രണ്ട് പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് 8 ആണ്. ബ്രാക്കറ്റിൽ ഒരു പാരലൽ സൈഡിൻ്റെ ലെങ്ത്ത് 16ഉം സെക്കൻഡ് വൺ 10ഉമാണ് കിട്ടിയത്.
then half into 8 into 16 plus 10 26 വരും. നമുക്ക് 2 8ൽ 4 ടൈംസ് വരും. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 104 ആണ് വരുന്നത്. 104 ആണ് ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കിങ്ങനെ കറക്റ്റായിട്ട് വരച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ ABC A12 B72 are two vertices. What is the length of the side AB? B question. In triangle ABC, angle A equal to 90 degree. Write a pair of coordinates of C. C question. What is the length of side AC? D question. Calculate the area of the triangle. തന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു റഫ് ഫിഗർ ഡ്രോ ചെയ്തിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന പോയിൻറ്റ്സിൽ എയുടെ കോർഡിനേറ്റ്സ് 1 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, B72 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾ ABC ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. കാരണം ആംഗിൾ എ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആ ഫിഗർ വരയ്ക്കുമ്പോൾ വരിക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണാനുള്ളത് എ ബിയുടെ ലെങ്ത് എത്രയെന്നുള്ളതാണ്. ഇതിൽ y കോർഡിനേറ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് എ ബിയുടെ ലെങ്ത്ത് നേരത്തെ ചെയ്തതുപോലെ എ ബി ഈക്വൽ ടു മോഡ് x1 മൈനസ് x2 ചെയ്താൽ മതി. ഈക്വൽ ടു മോഡ് x1 എന്ന് പറയുന്നത് 1 മൈനസ് 7 ഈക്വൽ ടു മോഡ് മൈനസ് 6 ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ ഈ ലെങ്ത്ത് നമുക്ക് 6 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് സിയുടെ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ സിയുടെ ഒരു കോർഡിനേറ്റ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയും 1 ആണ് എന്നുള്ളത്. കാരണം ഇവിടെ നേരെ ഇങ്ങോട്ട് നോക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് 1 ആണ് വരുന്നത്. എക്സ് 1 ആണ്. വൈ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതായത് വൈ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് പോയിൻ്റ് വേണമെങ്കിലും നമുക്ക് എന്തായിട്ട് എടുക്കാം, വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ആണ് എടുക്കുന്നത്. അപ്പോൾ 15 എന്നെടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എ സിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. എക്സ് കോർഡിനേറ്റ് മാറാൻ പാടില്ല. എക്സ് കോർഡിനേറ്റ് 1 ആയിരിക്കണം. വൈ കോർഡിനേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കാരണം ഇത് നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടാം, അതേപോലെ എത്ര വേണമെങ്കിലും ചെറുതാക്കാം. 2ന് ശേഷം വരുന്ന ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ടും സെലക്ട് ചെയ്യാം. അതാ പറഞ്ഞത്, ഏത് വേണമെങ്കിലും എടുക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ 2ഉം 5ഉം ആണ് നമുക്ക് വൈ കോർഡിനേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ്, അതായത് എ സിയുടെ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് എ സി ഈക്വൽ ടു മോഡ് വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസാണ് കാണേണ്ടത്. അപ്പോൾ y1 മൈനസ് y2 മോഡ് y1 മൈനസ് y2 ഈക്വൽ ടു ഇവിടെ 2 ആണുള്ളത്, 2 മൈനസ് 5 ഈക്വൽ ടു മോഡ് മൈനസ് 3 ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ ഈ ലെങ്ത്ത് 3 എന്ന് കിട്ടി. ഇത് മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ നമുക്ക് 4 കിട്ടും, അതല്ല 7 എടുക്കുന്നതെങ്കിൽ 5 കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഈ ലെങ്ത്ത് മാറിക്കൊണ്ടിരിക്കും. Therefore, area of triangle ABC, area of triangle ABC equal to half BH. അപ്പോൾ ഹാഫ് ഇൻറ്റു ബിയുടെ പ്ലേസിൽ കിടക്കുന്നത് ഇവിടെ 6 ആണ്, ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3 ആണ്. 2 6ൽ 3 ടൈംസ് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9 യൂണിറ്റ്സ് ആണ് ഏരിയ വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ O ഈസ് ദ ഒറിജിൻ ആൻഡ് A80 B06 ആർ 2 പോയിൻറ്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ വിത്ത് AB ആസ് ഡയമീറ്റർ. B question, write the equation of the circle. C question, if one end of the diameter of this circle is the origin,
റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ എൻഡ് ഓഫ് ദിസ് ഡയമീറ്റർ. അപ്പോൾ ഫിഗർ കണ്ടല്ലോ, ഈ ഫിഗർ ഒന്ന് ഞാൻ എടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഗർ വരച്ചത് ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് കാണേണ്ടത് എ ബി ഡയമീറ്റർ ആയിട്ട് നമ്മൾ ഒരു സർക്കിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ ലൈൻ ഡയമീറ്റർ ആകുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ മിഡ് പോയിൻറ്റിലായിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ആ മിഡ് പോയിൻറ്റിന് പി എന്നുള്ള നെയിം കൊടുക്കാം. അപ്പോൾ നമുക്ക് പിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് കാണുക എന്ന് പറയുമ്പോൾ അത് എ ബിയുടെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിഡ് പോയിൻ്റ് ഈക്വൽ ടു x1 പ്ലസ് x2/2 ചെയ്താൽ എക്സ് കോർഡിനേറ്റ് കിട്ടും. y1 പ്ലസ് y2/2 ചെയ്താൽ y കോർഡിനേറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 8 ആണ്, y കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ 8 പ്ലസ് 0/2 y കോർഡിനേറ്റ് വരുന്നത് 0 പ്ലസ് 6/2. 8 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. 8/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് 4 ആണ്. ഇവിടെ 6 ആണുള്ളത്. അപ്പോൾ 6/2 എന്ന് പറയുമ്പോൾ 3 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പിയുടെ കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 4, 3 എന്ന് കിട്ടി. അതായത് ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് 4, 3 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് ഈ സർക്കിളിൻ്റെ ഇക്വേഷനാണ്. നമ്മൾ പഠിച്ചതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഈക്വൽ ടു x മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അതിൽ എ ബി എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ആർ ഈക്വൽ ടു റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ റേഡിയസ് ഒന്ന് കാണണം. റേഡിയസ് കാണാൻ നിങ്ങൾക്കറിയാം എന്താണ് ഈ ലെങ്ത്ത്, അതായത് ഒന്നില്ലെങ്കിൽ എ പിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പി ബിയുടെ ലെങ്ത്ത് കണ്ടാലാണ് നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് കിട്ടുക. അപ്പോൾ നമുക്ക് റേഡിയസ് കാണാം. റേഡിയസ് പി എ ഈക്വൽ ടു റൂട്ട് ഓഫ് x1 minus x2 whole square plus y1 minus y2 whole square. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് പിയുടെ കോർഡിനേറ്റ്സ് 8 0 ആണ്. എയുടെ കോർഡിനേറ്റ്സ് A8 0യും പിയുടെ കോർഡിനേറ്റ്സ് 4 3യുമാണ്. അപ്പോൾ നമ്മൾ അതിൽ കൊടുക്കുമ്പോൾ 4 മൈനസ് 8 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 0 ഹോൾ സ്ക്വയർ. അതായത് 4 മൈനസ് 8 എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ -4 സ്ക്വയർ പ്ലസ് 3 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ എന്ന് വരും. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്.
3² എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് √25 ആണ്. √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് കിട്ടിയത് 5 ആണ്. ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ കാണാൻ ആവശ്യമായിട്ടുള്ള സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. 4, 3 ആണ്. റേഡിയസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എഴുതാം. അപ്പോൾ ഇക്വേഷൻ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നത് 4, 3 ആണ്. എ ബി എന്ന് പറയുന്നത് 4, 3 ആണ്. എ ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയത് 4, 3 ആണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ x - 4 ഹോൾ സ്ക്വയർ പ്ലസ് y - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് നമുക്ക് 5 ആണ് കിട്ടിയത്. അപ്പോൾ 5² എന്ന് എഴുതി. അപ്പോൾ നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇത് a - b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലുള്ളത്. അപ്പോൾ നമുക്കതിനെ x² മൈനസ് 2ab 2ab പറയുമ്പോൾ 2 × 4 × x പ്ലസ് b² എന്ന് പറയുമ്പോൾ 4² എന്ന് വരും. പ്ലസ് y² മൈനസ് 2 × 3 × y പ്ലസ് 3² ഈക്വൽ ടു 25. അപ്പോൾ x² മൈനസ് 8x പ്ലസ് 16 പ്ലസ് y² മൈനസ് 6y പ്ലസ് 9 ഈക്വൽ ടു 25. x² എഴുതി, y² എഴുതി. ഇനി നമുക്ക് ഇവിടെ -8x ഉണ്ട്, അത് എഴുതി. -6y ഉണ്ട്, അത് എഴുതി. ഇനി ബാക്കിയുള്ളത് ഇവിടെ 16ഉം 9ഉം ആണ്. 16ഉം 9ഉം കൂടി ആഡ് ചെയ്താൽ നമുക്കറിയാം 25 ആ കിട്ടുക. ഈ 25നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ -25 ഈക്വൽ ടു 0. അപ്പോൾ x² പ്ലസ് y² മൈനസ് 8x മൈനസ് 6y ഈക്വൽ ടു 0. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് കാണാനുള്ളത് ഈ സർക്കിൾ തന്നെ പാസ് ചെയ്ത് പോകുന്നത് ഒറിജിനിലൂടെയാണെങ്കിൽ, അതായത് ഈ ഡയമീറ്റർ അല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇഫ് വൺ എൻഡ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദിസ് സർക്കിൾ ഈസ് ദ ഒറിജിൻ, ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ എൻഡ് ഓഫ് ദിസ് ഡയമീറ്റർ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഒറിജിനായിട്ട്, അതായത് ഇത് ഒറിജിൻ 0, 0 ആണ്. ഒറിജിനായിട്ട് നമ്മൾ ഒരു എൻഡ് ഒറിജിനായിട്ട് നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്യുക. സർക്കിൾ ഡ്രോ ചെയ്യുമ്പോൾ ഈ സർക്കിൾ ഇങ്ങനെ പോവും, പാസ് ചെയ്തിട്ട് ഇങ്ങനെ പോവില്ലേ? പോകുമ്പോൾ മറ്റേ എൻഡിൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഡയമീറ്റർ ഉണ്ടായിരിക്കും. ഈ ഡയമീറ്ററിൻ്റെ മറ്റേ എൻഡിൻ്റെ കോർഡിനേറ്റ്സ് കാണണം. അപ്പോൾ അത് കാണാൻ നമ്മളിങ്ങനെ ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയർ പോലെയാണ് വരിക. സ്ക്വയറല്ല, റെക്റ്റാങ്കിൾ. ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 4 ഇവിടെ ഇതാക്കി വയ്ക്കുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ കറക്റ്റ് ഇത് ഈ ഡയമീറ്ററിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് കാണാൻ എളുപ്പമാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 8 ആണ്. അപ്പോൾ 8 എഴുതി. y കോർഡിനേറ്റ് ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം 6 ആണ്. അപ്പോൾ നമുക്ക് മറ്റേ എൻഡിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടിയത് 8, 6 ആണ്. അപ്പോൾ ഒറിജിൻ ഒരു ഡയമീറ്ററിൻ്റെ ഒരു എൻഡ് ആണെങ്കിൽ മറ്റേ എൻഡ് 8, 6 ആണ് കിട്ടുക.
ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 8ഉം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 6ഉം വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇൻ ദ ഫിഗർ കോർഡിനേറ്റ്സ് ഓഫ് 2 വെർട്ടീസസ് ഓഫ് എ റോംബസ് ആർ a -1 2 and 7 2. First question, write the coordinates of midpoint of the diagonal AC. B question, if the length of diagonal BD is 6, write the coordinates of other 2 vertices. C question, calculate the length of one side of the rhombus. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് ഈ ഡയഗണൽ എ സി എന്ന് പറയുന്ന ഡയഗണൽ നമുക്ക് ഡ്രോ ചെയ്യാം. ഡ്രോ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് ആ ഡയഗണൽ വരുന്നത്. ഈ ഡയഗണലിൻ്റെ മിഡ് പോയിൻ്റ് ആണ് കാണേണ്ടത്. മിഡ് പോയിൻ്റ് ഇവിടെയായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? x1 + x2/2 ചെയ്താൽ x കോർഡിനേറ്റ് കിട്ടും. y1 + y2/2 ചെയ്താൽ y കോർഡിനേറ്റ് കിട്ടും. അപ്പോൾ മിഡ് പോയിൻ്റ് ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ x1 എന്ന് പറയുന്നത് -1 ആണ്. -1 + 7 -1 മിഡ് പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് -1 + 7/2. അതേപോലെ y കോർഡിനേറ്റ് വരുന്നത് 2 ആണ്. 2 + 2/2. ഇതിൻ്റെയും 2 ആണ്, ഇതിൻ്റെയും 2 ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാം. -1 + 7 എന്ന് പറഞ്ഞാൽ 6 വരിക. 6/2 വരും. ഇവിടെ 4/2 വരും. 6/2 എന്ന് പറയുന്നത് 3ഉം 4/2 എന്ന് പറയുന്നത് 2ഉമാണ്. അപ്പോൾ നമുക്ക് ആ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടിയത് 3 2 ആണ്. അതായത് ഇവിടെ വരുന്നത് 3 2 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ ബി ഡി ഈസ് 6 ആണ്. അപ്പോൾ ഡയഗണൽ ബി ഡി ഒന്ന് ഡ്രോ ചെയ്യാം. ഡയഗണൽ ബി ഡി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഡയഗണൽ ബി ഡി ഡ്രോ ചെയ്തപ്പോൾ ഇതാണ്, നമുക്കിങ്ങനെയാണ് വരിക. ഇതിൻ്റെ ലെങ്ത്ത് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലെങ്ത്ത് 6 ആണെങ്കിൽ ഈ ബി ഡിയും അതേപോലെ ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഈ 3 2 എന്ന് പറയുന്നത് ഈ ബി ഡിയുടെയും മിഡ് പോയിൻ്റാണ്. ഈ ലെങ്ത്ത് ടോട്ടൽ 6 ആയതുകൊണ്ട് മുകളിലേക്കും 3 യൂണിറ്റ്സ് ഉണ്ടായിരിക്കും, താഴേക്കും 3 യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് എഴുതാം. അപ്പോൾ ബിയുടെ നമുക്ക് താഴേക്കാണ് വേണ്ടത്. മാറ്റമില്ലാതെ നിൽക്കുന്നുണ്ടായിരിക്കുക ഏതായിരിക്കും? y കോർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ y കോർഡിനേറ്റ് എന്തുതന്നെയായിരിക്കും? 2 ആയിരിക്കും. സോറി, അപ്പോൾ ഇതിൽ നമുക്ക് മാറ്റം സംഭവിക്കുക y കോർഡിനേറ്റ് ആയിരിക്കും. y കോർഡിനേറ്റിനാണ് മാറ്റം വരിക. എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും, 3 തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് മുകളിലത്തെ ആദ്യം എഴുതാം. ഡിയുടെ എഴുതുമ്പോൾ ഈ എക്സ് കോർഡിനേറ്റ് എന്തെന്നെ വരും? 3 തന്നെ വരും. y കോർഡിനേറ്റാണ് നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ മാറുക. അപ്പോൾ 2ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 5 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഡിയുടെ കോർഡിനേറ്റ്സ് 3 5 എന്ന് കിട്ടും. ഇനി താഴത്തെ ബിയുടെ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ എക്സ് കോർഡിനേറ്റ് 3 തന്നെ വരും. y കോർഡിനേറ്റ് എന്ത് ചെയ്യണം? 2ൽ നിന്ന് 3 സബ്ട്രാക്റ്റ് ചെയ്യണം, താഴേക്കാണ് വരുന്നത്. അപ്പോൾ 2 - 3, അതായത് 2 - 3 ചെയ്താൽ നമുക്ക് കിട്ടുക -1 ആണ്. അപ്പോൾ y കോർഡിനേറ്റ് വരുന്നത് -1 ആണ്. അപ്പോൾ ബി മിഡ് പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് -1 + 7/2. അതേപോലെ y കോർഡിനേറ്റ് വരുന്നത് 2 ആണ്. 2 +
2/2. ഇതിൻ്റെയും 2 ആണ്, ഇതിൻ്റെയും 2 ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാം. -1 + 7 എന്ന് പറഞ്ഞാൽ 6 വരിക, 6/2 വരും. ഇവിടെ 4/2 വരും. 6/2 എന്ന് പറയുന്നത് 3ഉം 4/2 എന്ന് പറയുന്നത് 2ഉമാണ്. അപ്പോൾ നമുക്ക് ആ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടിയത് 3, 2 ആണ്. അതായത് ഇവിടെ വരുന്നത് 3, 2 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ ബി ഡി ഈസ് 6 ആണ്. അപ്പോൾ ഡയഗണൽ ബി ഡി ഒന്ന് ഡ്രോ ചെയ്യാം. ഡയഗണൽ ബി ഡി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഡയഗണൽ ബി ഡി ഡ്രോ ചെയ്തപ്പോൾ ഇതാണ്, നമുക്കിങ്ങനെയാണ് വരിക. ഇതിൻ്റെ ലെങ്ത്ത് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലെങ്ത്ത് 6 ആണെങ്കിൽ ഈ ബി ഡിയും അതേപോലെ ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഈ 3, 2 എന്ന് പറയുന്നത് ഈ ബി ഡിയുടെയും മിഡ് പോയിൻ്റാണ്. ഈ ലെങ്ത്ത് ടോട്ടൽ 6 ആയതുകൊണ്ട് മുകളിലേക്കും 3 യൂണിറ്റ്സ് ഉണ്ടായിരിക്കും, താഴേക്കും 3 യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് എഴുതാം. നമുക്ക് മാറ്റം സംഭവിക്കുക വൈ കോർഡിനേറ്റ് ആയിരിക്കും. വൈ കോർഡിനേറ്റിനാണ് മാറ്റം വരിക. എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും, 3 തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് മുകളിലത്തെ ആദ്യം എഴുതാം. ഡിയുടെ എഴുതുമ്പോൾ ഈ എക്സ് കോർഡിനേറ്റ് എന്തിനെ വരും? 3 തന്നെ വരും. വൈ കോർഡിനേറ്റാണ് നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ മാറുക. അപ്പോൾ 2ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 5 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഡിയുടെ കോർഡിനേറ്റ്സ് 3, 5 എന്ന് കിട്ടും. ഇനി താഴത്തെ ബിയുടെ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ എക്സ് കോർഡിനേറ്റ് 3 തന്നെ വരും. വൈ കോർഡിനേറ്റ് എന്ത് ചെയ്യണം? 2ൽ നിന്ന് 3 സബ്ട്രാക്റ്റ് ചെയ്യണം, താഴേക്കാണ് വരുന്നത്. അപ്പോൾ 2 - 3, അതായത് 2 - 3 ചെയ്താൽ നമുക്ക് കിട്ടുക -1 ആണ്. അപ്പോൾ വൈ കോർഡിനേറ്റ് വരുന്നത് -1 ആണ്. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് 3 - 1 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ റോംബസ്. റോംബസിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിക്കണം. സൈഡ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം ഈ റോംബസിൻ്റെ എല്ലാ സൈഡ്സിൻ്റെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റോംബസിൻ്റെ സൈഡ് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ AB ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ AB = ഡിസ്റ്റൻസ് ഫോമിൽ യൂസ് ചെയ്യുക. √(x1 - x2) (² + y1 - y2) (² = √(-1 - 3) (² + 2 - -1) എന്ന് എഴുതി. -1 - 3 പറഞ്ഞാൽ -4² വരും. പ്ലസ് ഇവിടെ 2 മൈനസ് എടുത്തു വന്നത് പ്ലസ് ആവും. അപ്പോൾ 2 + 3 എന്നാവും. അപ്പോൾ 2 + 1 ആവും. അപ്പോൾ 3 വരും, 3² എന്ന് കിട്ടും. ഇനി നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ 4ൻ്റെ സ്ക്വയർ 16 ആണ്, 3യുടെ സ്ക്വയർ 9 ആണ്. അപ്പോൾ √25 കിട്ടും. അപ്പോൾ നമുക്ക് 5 ആണ് റോംബസിൻ്റെ സൈഡ് വരുന്നത്.